സമസ്തയെ സംബന്ധിച്ചോളം രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം അതിൻ്റെ മേഖലയല്ല. രാഷ്ട്രീയ പാർട്ടിക്കാർ അവരവരുടേതായ പണിയെടുത്തുകൊണ്ട് അവർ നടന്നോട്ടെ. സമസ്തയിലെ അംഗങ്ങൾക്കൊക്കെ ഏത് രാഷ്ട്രീയത്തിലും പോകാം, ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത എല്ലാ രാഷ്ട്രീയത്തിലും പോകാം. ഇതാണ് പ്രഖ്യാപിത നയം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു നിലക്ക് തന്നെയാണ് ഇവിടെ കേരളത്തിൽ സമസ്ത കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. അതിനൊരു വിലക്കും ഇല്ല. ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഇവിടുത്തെ പൗരന്മാർക്കുണ്ട്. അതവർ നിർവഹിച്ചു കൊള്ളട്ടെ, അത് നമ്മൾ ഇടപെടാറില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത്, ഈ സമസ്തയുടെ അല്ലെങ്കിൽ മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ നിങ്ങളും ഇടപെടരുത്. ആരൊക്കെ ചേർക്കണം, ആരൊക്കെ ആക്കണം എന്നുള്ള നിയമങ്ങളൊന്നും നമ്മളോട് പറയരുത്. അത് സമസ്ത ചെയ്യും, സമസ്തക്ക് അതിനറിയാം, സംബന്ധിക്കാൻ യോഗ്യരായ പ്രവർത്തകർ അതിനുണ്ട്. സയ്യിദുൽ ഉലമ തങ്ങളവറുകൾ തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി കർണാടകയിൽ അവസാനിപ്പിക്കുന്ന ഒരു സന്ദേശയാത്രയാണ്. അതിനെ സ്വീകരിക്കാൻ കഴിഞ്ഞ 19-ാം തീയതി മുതൽ ആരംഭിച്ചതാണ്. മലപ്പുറം ജില്ലയിലെത്തിയിരിക്കുന്നു. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ജനബാഹല്യം കൊണ്ട് വീർപ്പുമുട്ടിയിരിക്കുകയാണ്. അതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുന്ന ഈ ജനസമുദ്രം ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആലോചിക്കുകയാണ്, നമ്മൾ കാസർഗോഡ് കുനിയിൽ സംവിധാനിച്ച സംവിധാനം ഒന്നും പര്യാപ്തമാവില്ല എന്ന് പേടിക്കുകയാണ്. കാരണം ഇവരൊക്കെ കൂടെ ഒരു സ്ഥലത്ത് കൂടിയാൽ എന്തായിരിക്കും സ്ഥിതി? അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ ദീൻ, പരിശുദ്ധ ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ അകക്കാമ്പ് ഉൾക്കൊണ്ട ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നതിൻ്റെ ഒരു തെളിവാണിത്. ഇസ്ലാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ മതമാകുന്ന ഇസ്ലാം. മനുഷ്യനടക്കമുള്ള എല്ലാ മഖ്ലൂക്കാത്തിനെയും സൃഷ്ടിച്ച പടച്ചവൻ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു നിയമം നൽകിയിരിക്കുന്നു. മറ്റുള്ള ജീവികൾക്കോ മറ്റുള്ള വസ്തുക്കൾക്കോ ഇല്ലാത്ത ഒരു നിയമം ബുദ്ധിയുള്ള മനുഷ്യന് വേണ്ടി അള്ളാഹു കൊടുത്തു. അതാണ് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതനുസരിച്ച് മനുഷ്യൻ ജീവിക്കാൻ പാടുള്ളൂ. ചെയ്യൽ നിർബന്ധമായത്, ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്യുന്നത് ഐച്ഛികമായിട്ട് നല്ലതാണ് എന്ന് പറയുന്നത്, ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന നിയമങ്ങൾക്ക് മുമ്പിൽ ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈ 5 നിയമങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. അതനുസരിച്ച് ജീവിച്ചു കൊള്ളണം. ഇതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി 1.25 ലക്ഷം പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ തിരഞ്ഞെടുത്തല്ല, ജനപ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ട്, അങ്ങനെ തിരഞ്ഞെടുക്കുന്നതല്ല. അത് അള്ളാഹു നേരിട്ട് കൈകാര്യം ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനാണ്. അള്ളാഹു അത് പ്രചരിപ്പിക്കാനും അത് ജനങ്ങളിൽ എത്തിക്കാനുമുള്ള സംവിധാനവും അള്ളാഹു തന്നെ ഒരുക്കിയതാണ്. മനുഷ്യൻ്റെ ഒരു ഇടപെടലും അതിലില്ല. അതാണ് അമ്പിയാക്കന്മാർ, പരിശുദ്ധാത്മാക്കളായ അമ്പിയാക്കന്മാരെ നിയോഗിച്ചുകൊണ്ട് നിർവഹിച്ചത്. 1.25 ലക്ഷം പ്രവാചകന്മാരിവിടെ ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് കടന്നുപോയി. അവസാനത്തെ പ്രവാചകൻ ഖാത്തിമുൻ നബിയൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ആ പരമ്പര അവസാനിച്ചു. 15 നൂറ്റാണ്ട് കഴിഞ്ഞു. ആദ്യത്തിലൊക്കെ ഒരു പ്രവാചകൻ വഫാത്തായാൽ അടുത്ത് തന്നെ മറ്റൊരു പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് ആ ദൗത്യം തുടരുമായിരുന്നു. എന്നാൽ 15 നൂറ്റാണ്ടായിട്ട് ആ ദൗത്യം പിന്നെ തുടരാൻ പ്രവാചകന്മാർ അള്ളാഹു അയച്ചിട്ടില്ല. പക്ഷേ ആ ദീൻ നിലനിൽക്കുന്നുണ്ട്. മുഹമ്മദ് ജിഫ്രി തങ്ങളവറുകൾ വിളിച്ചാൽ ആ ദീനിൻ്റെ ആൾക്കാർ ഒരുമിച്ച് കൂടുന്നു. അപ്പോൾ ആ നിലക്കുള്ള ദീൻ ഇവിടെ എങ്ങനെ നിലനിന്നു? 15 നൂറ്റാണ്ടുകൾക്കിടയിൽ പ്രവാചകനില്ലാതെ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതിന് പ്രതിവിധിയായിക്കൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അൽ ഉലമാ വറസത്തുൽ അംബിയ. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു പ്രവാചകൻ വേണ്ട, ഉണ്ടാവില്ല. ലാ നബിയ്യ ബഅദി, എൻ്റെ ശേഷം പ്രവാചകനില്ല. പകരം പ്രവാചകന്മാർ നടത്തിയ കാര്യങ്ങൾ ഇവിടെ നടത്താൻ എൻ്റെ പണ്ഡിതന്മാരാണെന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. ഉലമാ ഉമ്മത്തി അംബിയായി ബനി ഇസ്രായേൽ, എൻ്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ അവർ ബനി ഇസ്രായേലിലെ പ്രവാചകന്മാർക്ക് തുല്യരാണ് എന്നും പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഈ കാര്യം നിർവഹിക്കാൻ അള്ളാഹു തന്നെ ഉത്തരവാദിത്തപ്പെടുത്തിയ ആളുകളാണ് ഉലമാക്കൾ.
പണ്ഡിതന്മാർ. ഈ പണ്ഡിതന്മാർ അവരുടെ കാര്യം നിർവഹിച്ചു പോന്നിട്ടുണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു വാക്കാണത്. നൂറ്റാണ്ടുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ട്, ഞാൻ ജീവിച്ച നൂറ്റാണ്ട്, തുടർന്നുള്ള നൂറ്റാണ്ടെന്ന് പറഞ്ഞ് 3 നൂറ്റാണ്ടുകളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ചു. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നു. അവരുടെ ജീവചരിത്രം പരിശോധിച്ച് നമുക്കറിയാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്ത് റസൂലിഹി. ഞാൻ 2 കാര്യം നിങ്ങളിൽ ഒഴിച്ചു പോവുകയാണ്, വിട്ടേച്ച് പോവുകയാണ്. 2 കാര്യം നിങ്ങൾക്ക് വിട്ടേച്ച് പോവുകയാണ്. അത് മുറുകെ പിടിച്ച് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ പഴക്കില്ല, നിങ്ങൾ നല്ല മാർഗം സിദ്ധിച്ചവരാകും. ഏതാണത്? കിതാബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കിതാബ് ഖുർആൻ, വസുന്നത്ത് റസൂൽ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രവാചകത്വം കിട്ടി 23 കൊല്ലം ജീവിച്ചു. 40 വയസ്സിൽ നുബുവത്ത് കിട്ടി, 63 വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം പ്രവാചകനായി. പ്രവാചകനായി എന്ന് പറഞ്ഞാൽ ഖുർആൻ പെയ്തിറങ്ങുന്ന ഭൂമിയിലാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ 23 കൊല്ലം, ആ ജീവിതമാണ് സുന്നത്ത്. ആ ജീവിതത്തിൽ പറഞ്ഞതും ചെയ്തതുമായ കാര്യത്തിനെ സംബന്ധിച്ചാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഹദീസ് നമ്മൾ പറയും. ആ 2 കാര്യവും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ബാക്കിയാക്കി പോവുകയാണ്. അതോടുകൂടെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അത് പഠിച്ച പണ്ഡിതന്മാരുണ്ടായിരിക്കും. ഹദീസും ഖുർആനും നേരിട്ടങ്ങോട്ട് കിട്ടൂല, അത് പഠിച്ച പണ്ഡിതന്മാരിൽ കൂടെ കിട്ടണം. അതാണ് ഉലമാക്കൾ. ഉലമാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്, മറ്റെന്തെങ്കിലും പഠിക്കുന്നതല്ല, ഇത് പഠിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കാര്യം നിർവഹിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ ഉലമാക്കളാണ്. ഈ ഖുർആനും ഹദീസിനും വ്യാഖ്യാനം എഴുതിയവരാണ് ഈ നൂറ്റാണ്ടുകളിൽ ജനിച്ചവർ. നേരത്തെ പറഞ്ഞ 3 നൂറ്റാണ്ടുകളിൽ ജനിച്ചവർ. മുഹദ്ദിസീങ്ങൾ എന്ന് പറഞ്ഞാൽ സിഹാഹുസിത്ത, ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ 6 ഗ്രന്ഥങ്ങൾ ഏറ്റവും സഹീഹായ ഗ്രന്ഥമാണ് എന്ന് ലോകം അംഗീകരിച്ചിട്ടുണ്ട്. സിഹാഹുസിത്ത, അസഹുൽ കുത്തുബി ബഅദ് കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി, അങ്ങനെ തുടങ്ങിയിട്ട് 6 കിതാബുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ബുഖാരി, മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് അബൂ ദാവീദ്, തുർമദി, നസായി, ഇബ്നു മാജ, ഈ 6 മഹാന്മാർ രചിച്ച കിതാബുകളാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രാമാണികമായിട്ട് മുസ്ലിം ലോകം അംഗീകരിക്കുന്നത്. അവരൊക്കെ തന്നെ ഈ 6 പേരും, ആ കിതാബുകൾ ക്രോഡീകരിച്ച 6 പേരും ഈ നൂറ്റാണ്ടുകളിൽ ജനിച്ച് വഫാത്തായവരാണ്. പിന്നീട് ഇതിൽ നിന്ന് നമ്മുടെ നിയമങ്ങൾ, ആരാധനാ നിയമങ്ങളും ജീവിത നിയമങ്ങളൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തിയ കിതാബുകൾക്ക് ആ ഫന്നിനാണ് ഫിഖ് എന്ന് പറയുന്നത്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നബിൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ നിയമങ്ങൾ, ഇന്നതൊക്കെ ഇന്നതിന് വേണം, ഇന്നതൊക്കെ ഷർത്താണ്, ഇന്നതൊക്കെ ഫർളാണെന്ന് എഴുതിയ രേഖപ്പെടുത്തിയ ഭാഗത്തിനാണ് ഫിഖ്. അതും ഉണ്ടായത് 4 മദ്ഹബിൻ്റെ ഇമാമുകളാണ് ലോകം അംഗീകരിച്ച മദ്ഹബുകൾ. അവർ ജീവിച്ച് മരിച്ച് അവർ ജീവിച്ച കാലത്ത് ഈ കിതാബുകളൊക്കെ ക്രോഡീകരിച്ച്, മദ്ഹബിൻ്റെ കിതാബുകൾ ക്രോഡീകരിച്ചത് ഈ നൂറ്റാണ്ടുകളിലാണ്. പ്രധാന മുഫസ്സിരീങ്ങൾ അവരൊക്കെ ജനിച്ചതും അവരുടെ കിതാബുകളൊക്കെ രചിച്ചതും ഈ നൂറ്റാണ്ടുകളിലാണ്. അതോടുകൂടെ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായിരിക്കുന്ന കിതാബുകളൊക്കെ രചിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ട് അത് കൈകാര്യം ചെയ്യാൻ അത് പഠിച്ച പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ ഈ ദീൻ ഇനി കൊണ്ടുവരണം, ഖിയാമം വരെ നിലനിർത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി എവിടെ നമുക്ക് സംശയമുള്ളത്? ആരെയാണ് ഈ കാര്യത്തിൽ നമ്മൾ സമീപിക്കേണ്ടത്? ആരെയാണ് പിന്തുടരേണ്ടത്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. അള്ളാഹു എടുത്തു പറഞ്ഞു, തൃപ്തിപ്പെട്ടു, അള്ളാഹു തൃപ്തിപ്പെട്ടു, പൊരുത്തപ്പെട്ടു എന്ന് ഖുർആനിൽ സാക്ഷീകരിച്ച ആളുകൾ അതാരാ? അത് സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, സഹാബാക്കൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് തന്നോടൊപ്പം ജീവിച്ച ആ വ്യക്തികൾ, ഉന്നതരായ മഹാത്മാക്കളായ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച സഹാബാക്കൾ. ആ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തി. ഇനി ആരും പുറത്തു പോകാൻ പാടില്ല. അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു കഴിഞ്ഞ മനുഷ്യന്മാരാണ് ഈ സഹാബാക്കൾ. മക്കയിലും മദീനയിലൊക്കെ ഉണ്ടായിരുന്ന സഹാബാക്കളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. വല്ലദീന തബഉഹും, കഴിഞ്ഞില്ല, അവരുടെ കാലം കഴിഞ്ഞില്ല, ആ നൂറ്റാണ്ടുകൂടെ കഴിഞ്ഞു, സഹാബാക്കളൊക്കെ കഴിഞ്ഞു പോയില്ലേ.
പിന്നീടോ വല്ലദീന തബഉഹും ബിഹിസാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ നമ്മൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, വല്ലദീന തബഉഹും അവരെ പിൻപറ്റിയവർ. ആരെ? മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കളെ പിൻപറ്റിയവർ, ബിഹിസാൻ നല്ല നിലയ്ക്ക് പിൻപറ്റിയവർ. അവരെയും റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അങ്ങോട്ടും തൃപ്തിപ്പെട്ടു, ജനങ്ങൾ അങ്ങോട്ടും തൃപ്തിപ്പെട്ടു. അപ്പോൾ ഈ പിൻപറ്റലാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മുടെ പാരമ്പര്യം. നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം സഹാബത്ത് ഇവിടെ ക്രോഡീകരിച്ച, സഹാബത്തിൻ്റെ ശേഷം നല്ല ജനങ്ങളായിട്ട് ഖുർആൻ അംഗീകരിച്ച ആൾക്കാർ ഇവിടെ രചിച്ചതുമായിരിക്കുന്ന ഗ്രന്ഥങ്ങളും അത് പഠിച്ച പണ്ഡിതന്മാരും കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണിത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മേഖല കൈകാര്യം ചെയ്യേണ്ട പണ്ഡിതന്മാരാണ്. അവരെ എല്ലാവരും പിന്തുടർന്ന് കൊള്ളണം. വല്ലദീന ഇത്തദഉഹും, അവരെ പിൻപറ്റിയവർ വിജയിച്ചു, അല്ലാത്തവർ പരാജയപ്പെട്ടു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഇവിടെ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘടനയല്ല, സമസ്ത എന്ന് പറയുന്നത് ഒരു വഴിയാണ്. അതാ മനസ്സിലാക്കേണ്ടത്. അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെന്ന് മാത്രം, ഒരു പുതിയ സംവിധാനമല്ല. നേരത്തെ പറഞ്ഞ ഈ സഹാബത്തും അതിനെ പിൻപറ്റിയ താബിയങ്ങൾ അങ്ങനെ വന്നിട്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് എന്തായിരിക്കുന്നത്, സമസ്ത ഉണ്ടായത്. അതിന് മുമ്പ് ഒരു സമസ്തയില്ല, ഒരു സംഘടനയില്ല. ഇസ്ലാം മുസ്ലിം എന്ന സംഘടനയുള്ളൂ. ഇസ്ലാം അതല്ലാത്തൊരു വഴിയും പാടില്ല. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ ഞങ്ങളിനി മുസ്തഖീമായ വഴിയിൽ ചേർക്കണം എന്നാണ് നമ്മുടെ പ്രധാന പ്രാർത്ഥന. അള്ളാഹു പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ്. അത് നിർബന്ധമായും 17 വട്ടം നമ്മൾ പ്രാർത്ഥിച്ച് കൊള്ളണം. അവനെ മുസ്ലിമാവുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിമാവില്ല. 17 വട്ടം അത് പ്രാർത്ഥിക്കുന്നവൻ മുസ്ലിമല്ല, താരിഖുസ്സലാത്ത് മുസ്ലിമല്ല എന്നാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അപ്പോൾ സാധാരണക്കാർ ചോദിക്കുകയാണ്, പടച്ചോനെ ഏതാണ് ഈ സിറാത്ത് മുസ്തഖീം? എല്ലാ പാർട്ടിക്കാരും വന്നാലും ഞങ്ങളാണ് സിറാത്ത് മുസ്തഖീം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ ഏതാണ് സിറാത്ത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഞങ്ങൾ വല്ല കിതാബൊന്നും ഓതിയിട്ടില്ല, ഞങ്ങൾ സാധാരണക്കാരാണ്. അല്ലാഹു തആല പറഞ്ഞു സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. നിങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ നോക്കിയാൽ മതി. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്നവർ, നല്ല മനുഷ്യൻ, അയാൾ നല്ല മനുഷ്യനാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. കഴിഞ്ഞു പോയതിൽ ഒരുപാടുണ്ട്. നമ്മളെ കാലത്തും ഒറ്റപ്പെട്ടതാണെങ്കിലും പലയിടങ്ങളിലുണ്ട് നല്ല മനുഷ്യർ, ഒരു വളവില്ലാത്ത മനുഷ്യർ. അവരുടെ വഴിയിൽ ഞങ്ങൾ ഇനി ചേർക്കണം. അപ്പം നമ്മൾ സാധാരണക്കാരോട് പറയുന്നത്, നീ ചൊവ്വായ വഴിക്ക് നടക്കണം. എവിടെ? നിൻ്റെ നാട്ടിലില്ലേ? നിൻ്റെ നാട്ടിലില്ലേ മുസ്ലിയാർ, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ, അല്ലെങ്കിൽ ഒരു ആചാര്യർ? അവരൊക്കെ ജീവിക്കുന്നത്, അവർ കളവ് അറിയില്ല, വളഞ്ഞ വഴി അറിയില്ല, ഒരു കള്ളത്തരും പൊള്ളത്തരും അറിയാത്ത ആൾക്കാർ. അവരുടെ വഴിയിൽ ചേർക്കണമേ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായല്ലോ, സാധാരണക്കാർക്ക് തിരിയല്ലോ. അതാണ് ആ നിലക്ക് നമ്മളെ പരിശീലിപ്പിച്ചിരിക്കുന്ന ഒരു മാർഗമുണ്ട്. ആ മാർഗത്തിൽ കൂടെ നടക്കണം എന്നാണ് നമ്മളോട് കൽപ്പന. അതാണ് വിജയത്തിൻ്റെ മാർഗം. അല്ലാത്തവരൊക്കെ കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിൽ പിളർപ്പുണ്ടാവും, ഭിന്നിപ്പുണ്ടാവും, പല കൂട്ടരാവും, പല സംഘങ്ങളാവും. കുല്ലുഹും ഫിന്നാർ, എല്ലാം നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒന്നൊഴികെ. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആ രക്ഷപ്പെടുന്ന നരകത്തിൽ നിന്ന് മോചിതരാകുന്ന ആൾക്കാർ ആരാണ് നബിയെ? ഞങ്ങളതിൽ പെടാൻ വേണ്ടിയിട്ട് അതാണല്ലോ വേണ്ടത്. മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഇവിടെ ജീവിച്ച് കാണിച്ചു തന്ന ഒരു രേഖയുണ്ട്, ഒരു ചരിത്രമുണ്ട്. അത് പിൻപറ്റുന്ന ആൾക്കാരാണ് രക്ഷയുടെ ആൾക്കാർ, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്, നരകത്തിലായിരിക്കുന്നു പറഞ്ഞു. ഇതൊക്കെ നമുക്ക് തെളിവുകളാണ്. ഇതിൽ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, നബിയുടെയും സഹാബത്തിൻ്റെയും ജീവചരിത്രങ്ങളും അതുപോലെ ഖുർആനും ഹദീസിൻ്റെ ഒക്കെ വ്യാഖ്യാനങ്ങളും ഫിഖ് കണ്ടുപിടിച്ചവരൊക്കെ തന്നെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരു വഴി. ആ വഴിയല്ലാതെ വേറൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മളെന്തിനാണ് ചിന്തിക്കുന്നത്? ആ വഴി ഇങ്ങനെ പോന്നു. ആ സഹാബത്ത് തന്നെയാണ് ഇവിടെ ഇസ്ലാം കൊണ്ടുവന്നത്. നബിയിൽ നിന്ന് ജീവിതം പഠിച്ച സഹാബത്താണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഇസ്ലാം കൊണ്ടുവന്നത്. പല സഹാബത്തിൻ്റെയും ഖബറുകളൊക്കെ പല സ്ഥലങ്ങളിൽ കാണാം. അവരൊക്കെ ഇവിടെ വന്നത് ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള സഹാബത്തിൻ്റെ ആ ജീവിതത്തിൽ നിന്ന് പകർത്തി ഇസ്ലാം തന്നെയാണ് ഇവിടെ ഉള്ളത്. വേറെ ആരും കടത്തിക്കൂട്ടിയിട്ടില്ല. കടത്തിക്കൂട്ടിയ ജനങ്ങൾ അംഗീകരിക്കില്ല. വിട്ടുകളഞ്ഞിട്ടില്ല. വിട്ടുകളഞ്ഞാലും ജനങ്ങൾ അംഗീകരിക്കില്ല. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അള്ളാഹു പരിപൂർണമാക്കി തന്ന ആ ദീൻ എന്ന് വിശേഷിപ്പിച്ച, അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന ഇസ്ലാം,
ആ ദീനെ സഹാബത്ത് ഇവിടെ കൊണ്ടുവന്ന അതേ ദീനാണ്. അവിടെ നമ്മൾ മൗലൂദ്, റാത്തീബ്, അതുപോലെ ദിക്റുകൾ, മരിച്ചാലുള്ള അടിയന്തരങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ, തറാവീഹ് നിസ്കാരം തുടങ്ങിയ ജുമാ നിസ്കാരം, പെണ്ണുങ്ങളെ ജുമാ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വളരെ വിശദമായിട്ട് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ വഴിയിൽ കൂടെ തന്നെയാണ് കേരളത്തിലെയും ഈ എവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചോടത്തൊക്കെ പോകുന്നത്. അതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിലക്ക് പോരുന്നതിൻ്റെ ഇടയിൽ 1922 ഇതിന് വിപരീതമായിക്കൊണ്ട്, അതായത് ഏതാണ്ട് 100 വർഷമായി, ഈ 100 വർഷം വരെ ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ അതൊക്കെ ചെയ്തു പോന്നിരുന്നു. അങ്ങനെ 1922 വഹാബികൾ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി നമ്മളെ എല്ലാ സംഗതികളെയും എതിർത്തു. നമ്മളെ മജ്ലിസുകളൊക്കെ എതിർത്തു. ദിക്റിൻ്റെ മജ്ലിസ്, സലാത്തിൻ്റെ മജ്ലിസ്, മജ്ലിസുന്നൂർ, റാത്തീബ്, മൗലൂദ്, നബിദിനാഘോഷം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സ്വാലിഹീങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന ആ ചിട്ടയും ഒക്കെ എന്താക്കി എതിർത്തവർ പോന്നു. എല്ലാവരോടും അനാദരവായിട്ട് പെരുമാറാൻ പഠിപ്പിച്ചു. ഇങ്ങനെ വന്നപ്പോഴാണ് ഇപ്പുറത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത. എല്ലാവർക്കും അറിയാം, ഞാൻ നീട്ടി പറയുന്നില്ല. അപ്പോൾ ആ സമസ്ത 1926 അപ്പോൾ 4 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ആ ഗ്യാപ്പിൽ വഹാബികൾ ഇവിടെ വളരെയധികം പ്രചരിപ്പിച്ചാകെ നാശാക്കിയിരുന്നു. അതിനെ തിരുത്താൻ വേണ്ടി ഉണ്ടാക്കിയ സമസ്തയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്. അത് നബി മുതൽ ഇങ്ങോട്ട് പോരുന്ന ഒരു വഴിയുടെ തുടർച്ചയാണ്. ഞാൻ പറഞ്ഞത് അത് സംഘടന എന്ന് പറയുള്ളൂ. സംഘടന ഇസ്ലാം ദീൻ തന്നെയാണത്. ആ ഇസ്ലാം ദീനിൽ ആ നബിയുടെ കാലത്ത് സഹാബത്ത് ഇവിടെ കൊണ്ടുവന്ന ആ ദീനെ അവർ സംഘടനയും ഇല്ലാതെ തന്നെ മുസ്ലിങ്ങൾ എന്ന നിലക്ക് ആചരിച്ചു പോരുന്നതിൻ്റെ ഇടയിൽ ഈ ഇടക്കാലത്ത് വെച്ച് ഒരു 100 കൊല്ലം മുമ്പാണ് എന്താക്കിയത്, വികലമാക്കിയത്. വികലമാക്കിയപ്പോൾ അന്നത്തെ ഉലമാക്കന്മാർ, അമ്പിയാക്കന്മാരുടെ ദൗത്യം ഏറ്റെടുത്ത അനന്തരഗാമികളായ ഉലമാക്കൾ സംഘടിച്ചുണ്ടാക്കിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ ദൗത്യം നബിയും സഹാബത്തും ഇവിടെ പഠിപ്പിച്ചു തന്ന ആ പാരമ്പര്യം നിലനിർത്തുക എന്നുള്ളതാണ്. അല്ലാതെ അതിന് പ്രധാന ലക്ഷ്യങ്ങളൊന്നുമില്ല. അതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനൊരു ഭരണഘടന ഉണ്ടാക്കിയ ഭരണഘടന 1-ാം ഖണ്ഡികയിൽ തന്നെ പറയുന്നത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ പ്രചരിപ്പിക്കുകയാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ നമ്മൾ സമസ്തക്ക് പറയുന്ന അഖീദ. അതോടുകൂടി അതിൻ്റെ എതിരിൽ പ്രവർത്തിക്കുന്ന ബിദഈ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുക അതിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ ഒരു സംസ്ഥക്കാരനെ സംബന്ധിച്ചിടത്തോളം വഹാബികളുമായിട്ട് ബന്ധപ്പെടുകയോ അവരുടെ ആദർശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്തു കൊള്ളണം. അവർ വളരാനുള്ള ഒരു വഴിയും വെച്ച് കൊടുക്കത് പ്രതിരോധിക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ് എന്നാണ് സമസ്ത പറയുന്നത്. വഹാബികൾ അന്ന് വന്നെങ്കിൽ പിന്നെ അതിന് ശേഷം പലരും വന്നു, മൗദൂദികൾ വന്നു. അവരതിനേക്കാൾ കടുപ്പാണ്. വഹാബികളുടെ എല്ലാ ആശയവും പേർന്നതോടുകൂടെ തന്നെ ഇവിടുത്തെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിക്കൊണ്ടുള്ള ഈ മതസൗഹാർദ്ദങ്ങളും അതുപോലെ എല്ലാ നിലക്കുള്ള ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നമുക്കിവിടെയുള്ള സൗകര്യം അതിന് വെല്ലുവിളിയായിക്കൊണ്ട് ഹുക്കൂമത്തെ ഇലാഹിയായ ഭരണം, ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നു. അത് വഹാബികളൊക്കെ കടുത്തവരായി. സമസ്ത ശക്തമായി പ്രതിരോധിച്ചു. നിലം തൊടാൻ അവർ സമ്മതിച്ചിട്ടില്ല. വഹാബികളെ പോലെ തന്നെ മൗദൂദികളും പല പുതിയതും കൊണ്ട് വന്നെങ്കിലും അവരെന്താക്കില്ല, അവർ നിലം തൊടാൻ സമ്മതിച്ചിട്ടില്ല. ഇത് ഇവിടുത്തെ എല്ലാ ആൾക്കാരും അംഗീകരിക്കുന്നതാണ്, മുസ്ലിങ്ങൾ മാത്രമല്ല. കാരണം രാജ്യം അപകടത്തിലാവുന്നതാണ്. ഇങ്ങനെയുള്ള പല സംഘടനകളും ബിദഈ പ്രസ്ഥാനക്കാർ വന്നപ്പോൾ അതിനിവിടെ പ്രതിരോധിച്ച് നിർത്തിയത് സമസ്തയാണ്. ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി. ഇന്നത്തെ ഭരണകൂടം, കേന്ദ്ര ഭരണകൂടം, അതിൻ്റെ ഒരു പണിയെന്ന് വെച്ചാൽ മറ്റൊരു മതത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാക്കലാണ്. മതത്തിൻ്റെ രാഷ്ട്രീയം ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്നില്ല. അത് ആഗ്രഹിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങളും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇവിടെ ഇതിൻ്റെ ഭരണഘടനാ ശില്പികൾ ഒരു നല്ല ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തിന് വേണ്ടിയുള്ള ഭരണഘടന തയ്യാറാക്കിയിട്ടുണ്ട്. അതെന്നും നല്ലതാണ്. അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക മതത്തിൻ്റെ രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു വരുന്നത് ഇവിടെ ശരിയല്ല, ഭൂഷണമല്ല. ജീവിക്കാൻ കഴിയില്ല, സമാധാനം ഉണ്ടാവില്ല. അവിടെ ഇപ്പോൾ സമാധാനമായിട്ട് ജീവിക്കുന്നത് ആ ഭരണഘടന തണലിലാണ്. അത് പൊളിക്കാൻ വേണ്ടി ഇന്ന് ഒരു കൂട്ടർ നമ്മുടെ കേന്ദ്ര ഭരണ മേഖലയിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ പ്രതിരോധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് പ്രതിരോധിക്കണം എന്ന് ചോദിച്ചാൽ, ഈ 82 മദ്രസ കഴിഞ്ഞ 2-ാം ശനിയാഴ്ച അംഗീകരിച്ച് അതിൻ്റെ എണ്ണതാണ്.
ഓരോ രണ്ടാം ശനിയാഴ്ചയും കൃത്യമായി യോഗം ചേർന്നുകൊണ്ട് പുതിയ മദ്രസകൾക്ക് അംഗീകാരം നൽകുകയും മറ്റു പല പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു സമസ്തയുടെ ഒരു കീഴ്ഘടകമായ പ്രധാനപ്പെട്ട കീഴ്ഘടകമായ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിവിടെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപ്പത്തിലെ നമ്മളെ കുട്ടികൾ ദീനിൻ്റെ ചാനലിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റിയ അടിസ്ഥാനപരമായ ഇൽമുകളൊക്കെ കൊടുത്ത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പ് വെൽക്കേണ്ടത്, എങ്ങനെയാണ് അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടത്, എന്തിലൊക്കെ നമ്മൾ വിശ്വസിക്കണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ പഠിപ്പിക്കുന്ന സംവിധാനം. അതൊരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ വേണ്ട ഒരു സംവിധാനമാണ്. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അങ്ങനെ ഒരു മദ്രസ പ്രസ്ഥാനം ഉണ്ടാക്കി അത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നോക്കിയാൽ അത്തരം സംവിധാനങ്ങളില്ല, എവിടെയില്ല. അതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതര സംസ്ഥാനങ്ങളിലും തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് മദ്രസകളും അറബി കോളേജുകളൊക്കെ ഉണ്ടാക്കി, കർണാടകയിലുണ്ട്. അങ്ങനെ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് മദ്രസകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ തഹിയ്യ പദ്ധതി ഉണ്ടല്ലോ, ഒരു തഹിയ്യ ഫണ്ട്, അതിൻ്റെ ലക്ഷ്യം സമ്മേളനത്തിന് പടക്കം പൊട്ടിക്കാനല്ല. ആ ഫണ്ട് ജനങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് അത് നിർവഹിക്കും. അത് ഈ ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾ വ്യാപിക്കുന്നതിൽ ആവശ്യമായി വരുന്ന മേഖലകളിലൊക്കെ കേരളത്തിൻ്റെ മാതൃകയിൽ പ്രബോധന മേഖല, ഇസ്ലാമിനെ പ്രചരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ്. അതുപോലെ ആതുര സേവന മേഖലയിൽ അങ്ങനെ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മദ്രസ. അറബി കോളേജുകൾ, സമന്വയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, നമ്മൾ SNEC എന്ന് പറഞ്ഞാൽ രണ്ട് വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള കേന്ദ്രം. SSLC കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം. അൽബിർ ചെറിയ കുട്ടികൾക്ക് നമ്മൾ 6 വയസ്സായാൽ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് 3 വയസ്സിലും 3.5 വയസ്സിലൊക്കെ പഠിപ്പിക്കുന്ന സംവിധാനം. അങ്ങനെയുള്ള ഒരുപാട് എല്ലാ മേഖലയിലും കുട്ടികളെ നിയന്ത്രിക്കുന്ന, പഠിപ്പിച്ച് വളർത്തുന്ന സംവിധാനം വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധ ഇസ്ലാം വരെ സമസ്ത ഇന്ന ദീൻ എന്തല്ലാഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമസ്ത തന്നെയാണ്. സമസ്ത അല്ലാത്ത വേറെ ഒരു ദീൻ ഇവിടെ കാണാനില്ലല്ലോ. നമുക്ക് എവിടെ പോകാം? ഇതിൽ നിന്ന് നമ്മൾ വിട്ടുപോയാൽ നമുക്ക് കൂടാൻ പറ്റിയ ഒരു സംഘടന ഏതാ ഉള്ളത്? ഒരു പാർട്ടി ഏതാ ഉള്ളത്? ഒരു സംവിധാനം ഏതാ ഉള്ളത്? എവിടെയില്ല. വഹാബികൾ അപ്പുറത്തുള്ളത്, മൗദൂദികളുള്ളത്. വഹാബികൾ എന്ന 5-6 കഷ്ണമായിട്ടുണ്ട്. മൗദൂദികൾ ഇങ്ങനെ അതിൻ്റെ സ്ഥാപകൻ, അതിൻ്റെ പിതാവിനെ തള്ളിപ്പറഞ്ഞവരാ, തന്തയില്ലാത്തവരെന്ന് പറയുന്നത്. അതാണ് മൗദൂദികളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. അവർ ഒരു കാലത്ത് പറയുന്നത് മാറ്റി ഈ മാറ്റങ്ങൾ അങ്ങനെ ക്യാമം വരെ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ഇവിടെ മുസ്ലിമായി ജനിച്ചെങ്കിൽ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ കൂടാൻ പറ്റിയ ഒക്കൂനു മഅസ്സാദിഖീൻ നിങ്ങൾ പറ്റിയോലെ കൂടണ്ടേ? ആരെ കൂടെ നമ്മൾ കൂടുക? സമസ്തയല്ലാത്ത ഒന്നിന് പറയും, നമുക്ക് പരിശോധിച്ച് നോക്കാം, കൂടാൻ പറ്റുമെന്ന് പരിശോധിച്ച് നോക്കാം. അങ്ങനെ ഒരു നിലവിലൊന്നില്ല. അതുകൊണ്ട് സമസ്ത തന്നെയാണ്. അത് മനസ്സിലാക്കിയാണ് ഈ ആൾക്കൂട്ടങ്ങളൊക്കെ. അത് മനസ്സിലാക്കണം. അതിന് സമസ്തയെ സംബന്ധിച്ചോളം രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം അതിൻ്റെ മേഖലയല്ല. രാഷ്ട്രീയ പാർട്ടിക്കാർ അവരവരുടേതായ പണിയെടുത്തുകൊണ്ട് അവർ നടന്നോട്ടെ. സമസ്തയിലെ അംഗങ്ങൾക്കൊക്കെ ഏത് രാഷ്ട്രീയത്തിലും പോകാം, ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത എല്ലാ രാഷ്ട്രീയത്തിലും പോകാം. ഇതാണ് പ്രഖ്യാപിത നയം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു നിലയ്ക്ക് തന്നെയാണ് ഇവിടെ കേരളത്തിൽ സമസ്ത കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. അതിനൊരു വിലക്കും ഇല്ല. ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഇവിടുത്തെ പൗരന്മാർക്കുണ്ട്. അത് അവർ നിർവഹിച്ചു കൊള്ളട്ടെ, അത് നമ്മൾ ഇടപെടാറില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത്, ഈ സമസ്തയുടെ അല്ലെങ്കിൽ മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ നിങ്ങളും ഇടപെടരുത്. ആരൊക്കെ ചേർക്കണം, ആരൊക്കെ ആക്കണം എന്നുള്ള നിയമങ്ങളൊന്നും നമ്മളോട് പറയരുത്. അത് സമസ്ത ചെയ്യും. സമസ്തക്ക് അതിനറിയാം. സമസ്തക്ക് യോഗ്യരായ പ്രവർത്തകർ അതിനുണ്ട്. ഇത് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ വരുന്നതിൻ്റെ അടുക്ക് ഇനിയും ഇതുങ്ങളുണ്ടല്ലേ, അതോട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സമ്മേളനം ഫെബ്രുവരി 6 മുതൽ 8 കൂടിയ ദിവസങ്ങളിൽ കാസർഗോഡ് നടക്കുന്ന സമ്മേളനം അത് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമ്മേളനമല്ല, അന്താരാഷ്ട്ര കോൺഫറൻസാണ്, അന്താരാഷ്ട്ര സമ്മേളനമാണ്. ഇതിൻ്റെ സമ്മേളനത്തിൻ്റെ ജോഹൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ദുബായിൽ നടത്തി, ബഹ്റൈനിൽ നടത്തി,
ഒമാനിൽ നടത്തി, അങ്ങനെ പല രാജ്യങ്ങളിലും നടത്തി. അവിടെയൊക്കെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ ഒരു പരിപാടി, ഇത്ര ആൾക്കൂട്ടം കൂടിയ ഒരു പരിപാടി ഇവിടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. ആ നിലയ്ക്ക് നമ്മൾ ഇവിടുത്തെ പറയുന്നത് പോലെ തന്നെ എവിടെ നടത്തിയാലും വളരെ വലിയ ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സമാപനമാണ് ഈ ഫെബ്രുവരിയിൽ നടക്കുന്ന സമ്മേളനം. അതിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു മാർഗവും കൂടിയായിട്ടാണ് നമ്മുടെ സയ്യിദുൽ ഉലമ ഈ ജാഥ നടത്തുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ക്ഷണിക്കുകയാണ്, തങ്ങൾ തന്നെ ക്ഷണിക്കും. എല്ലാവരും ആ സമ്മേളനത്തിലേക്ക് കഴിയുന്ന നിലക്കൊക്കെ എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ കൂടിയ എൻ്റെ നേതാക്കൾ, ഒരുപാട് നേതാക്കളുണ്ട്. അവരൊക്കെ തന്നെ ഇതിൻ്റെ നല്ല പ്രവർത്തകരും ഇതിനെ സ്നേഹിക്കുന്നവരും ദീനിയായ കാര്യങ്ങൾ ചെയ്യാൻ അധികാരപ്പെട്ടവരുമാണ്. ആ നിലയ്ക്ക് എല്ലാവരും ഇതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖിദ്മത്തുകളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.